അക്കോറിയത്തിലോട്ട് മാറിയതിന് ശേഷം മിക്കവാറും അക്കോറിയത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളത് അജ്മാൻ അക്വേറിയത്തിൽ നിന്നാണ്. ഇത് ഹോൾസെയിലും റീറ്റെയിലും കൂടിയുള്ള ഷോപ്പാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആ സംഭവങ്ങളൊക്കെ അവിടെ കാണാറുണ്ട്. പിന്നെ അത്യാവശ്യം പ്രൈസും ഒക്കെ റീസണബിൾ ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ചില സമയത്തൊക്കെ ചില മീനുകൾക്കൊക്കെ അവിടെ ഓഫറും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് പോയപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല, കുറച്ച് അവിടുത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇവിടെ കുറേ സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം ഹോൾസെയിലും കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെതായ ഒരു തിരക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ എല്ലാ മീനുകളുടെയും പ്രൈസ് ഇങ്ങനെ അതാത് ടാങ്കിൽ തന്നെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നോക്കിയിട്ട് നമുക്ക് അത് മാത്രം അങ്ങോട്ട് എടുത്തു തരാൻ പറയാം. അതും ഒരു എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു കുഞ്ഞു കടയാണ്. പക്ഷെ നമ്മൾ അകത്തേക്ക് വരുമ്പോൾ 3 റൂമുകളിലായിട്ട് ഇപ്പം മീനുകൾ മാത്രമല്ല, ഇപ്പം ഫിഷ് ടാങ്ക് വേണമെങ്കിൽ അത്, അതുപോലെ തന്നെ പ്ലാന്റ്സ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ആണെങ്കിലും ലൈവ് പ്ലാന്റുകളാണെങ്കിലും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പം ചില പ്ലാന്റ്സ് ഒക്കെ പെട്ടെന്ന് ഇപ്പം ഹോൾസെയിലും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ വരുമ്പോൾ തന്നെ ചിലതൊക്കെ കഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് വരുന്ന ദിവസം ഏതൊക്കെയാണെന്ന് ചോദിച്ചു വെച്ചിട്ടൊക്കെ അവർ നമ്മളോട് വിളിച്ച് പറയുകയൊക്കെ ചെയ്യാറുണ്ട്. മുന്നേ നമ്മളിപ്പം ഞങ്ങൾ ആ ഫിഷ് ടാങ്ക് ചെയ്ത സമയത്ത് ആദ്യം നമ്മൾ വാട്ടർ ലെറ്റ്യൂസ് ഒക്കെ നമ്മൾ സാറ നഴ്സറി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു നഴ്സറി ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പൂട്ടിപ്പോയായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന സമയത്ത് അവർ നമ്മളോട് വിളിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മീനുകളെ പറ്റിയൊന്നും അത്രയ്ക്ക് വലിയ ധാരണയൊന്നുമില്ല. വീട്ടിൽ മെയിനായിട്ടും മീനുകളുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഹസ്ബൻഡാണ്. ഞാൻ മെയിനായിട്ട് കൂടെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം വെറൈറ്റി മീനുകളെയൊക്കെ കാണാം. എല്ലാ പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ മീനിനെങ്കിലും എനിക്കിവിടെ കാണാൻ കിട്ടാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് കണ്ടതായിരുന്നു ഈ ഒരു ആക്സിലോത്തി സംഭവം. ഞാൻ ആദ്യമായിട്ട് കാണുന്നോണ്ടായിരിക്കും എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് അന്ന് തന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ആരോ പറയുകയും ചെയ്തു ഇതൊരു ആംഫിബിയൻ ആണ് എന്നൊക്കെ. പിന്നെ ഒരുവിധം എല്ലാ മീനുകളുടെയും പല പല കളറിലുള്ളത് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ടാങ്കുകളിൽ ഇട്ടിട്ടുണ്ട്. ഗപ്പികളുടെ ഒക്കെ പല പല കളറിലുള്ളത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഒക്കെയും ഒരു 2 ദിറം 2.5 ദിറംസ് ഒക്കെയാണ് ഗപ്പിക്കൊക്കെ വരാറുള്ളത്. പിന്നെ നമുക്ക് ഒത്തിരിയൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒക്കെ ഒന്ന് വാങ്ങിച്ച് പരീക്ഷിക്കാനും ഒക്കെ തോന്നാറുണ്ട്. മുമ്പ് ഇതുപോലെ നമ്മൾ ചെറിയ ചെമ്മീനുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് വലിപ്പമുള്ള ചെമ്മീനാണ്. ഇതിന്റെ തന്നെ വളരെ വലിപ്പം കുറഞ്ഞിട്ട് ബ്ലാക്ക്, റെഡ് ഇങ്ങനെ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പരീക്ഷണമായിട്ട് കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അധികം സർവൈവ് ചെയ്യില്ല എന്ന് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഏകദേശം 1 വർഷത്തോളം ഞങ്ങളുടെ ടാങ്കിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് എവിടെയോ മിസ്സായി പോവുക ചെയ്തേ. പിന്നെ ചില സമയത്ത് ചില മീനുകൾക്കൊക്കെ ഓഫറും ഒക്കെ ഇട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ എല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു റൂമിലായിട്ട് അക്വേറിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഞാൻ അധികം അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. അതുപോലെ അക്വേറിയത്തിൻ്റെ ഉള്ളിലുള്ള ഡെക്കറേഷൻസ് കുറേ അധികം വെറൈറ്റി ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ കുഞ്ഞൻ ആമകളുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് കൂടുതലും നമ്മുടെ വലിയ വലിയ ടാങ്കുകളിലിടുന്ന വലിയ മീനുകളൊക്കെയാണ് ഉള്ളത്. ശരിക്കും ഇതൊക്കെ ഒന്ന് കണ്ടു തീർക്കാൻ തന്നെ അത്യാവശ്യം നന്നായിട്ട് സമയമെടുക്കും. ഹസ്ബൻഡ് മീൻ മേടിക്കുന്ന സമയത്താണ് ഞാൻ ഇതൊന്ന് ഓടിച്ച് എടുത്തിട്ടുള്ളത്. പിന്നെ കുറേ കുട്ടി കുട്ടി മോളി ഫിഷ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇങ്ങനെ താഴ്ഭാഗത്തായിട്ട് വലിയ വലിയ ട്രേകളിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ പ്രൈസ് ഇങ്ങനെ തെർമോക്കോളിലോട്ട് എഴുതിയിട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എല്ലാം എടുക്കാൻ സമയം കിട്ടാത്ത കാരണം ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓടിക്കുന്നേ ഉള്ളൂ. പിന്നെ വേറൊരു റൂമിലായിട്ടാണ് അക്വേറിയം പിന്നെ അതിൻ്റെ അക്സസറീസും ഒക്കെ വരുന്നത്. അക്സസറീസിൻ്റെ ഒക്കെ ഭയങ്കര കുറേ വെറൈറ്റികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്നും എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പറ്റുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിങ്ങനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.